നിങ്ങളെൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യമാണ്, നമ്മൾ സാധാരണ മലയാളം പറയണ പോലെ അത്രയും ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ എങ്ങനെ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ഈ അടുത്ത് ബേസിൽ ജോസഫിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ അതിൽ ചോദ്യം ഇതായിരുന്നു, സെൽഫ് ഡൗട്ടുള്ള ആൾക്കാർക്ക്, നമുക്ക് അത്രയും കഴിവില്ല, നമ്മൾ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് വരില്ല, അങ്ങനെയൊക്കെ സെൽഫ് ഡൗട്ടുള്ള ആൾക്കാർക്ക് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവർ ചെയ്യേണ്ടത്. ബേസിൽ ജോസഫ് ആയതുകൊണ്ട് ഇത് ഫിലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ചോദിക്കുന്നത്, പക്ഷേ ആൾ പറയുന്ന ഉത്തരം എല്ലാവർക്കും, നമുക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്ക് ബേസിൽ ജോസഫ് എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യുന്നത് അത് കേട്ടിട്ട് കുറച്ച് മോട്ടിവേറ്റഡും ആവാം, പിന്നെ കുറച്ച് ഇംഗ്ലീഷും പഠിക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ സംസാരിക്കുമ്പോൾ എഴുതുന്ന പോലെയല്ല, കുറേ മിസ്റ്റേക്സ് നമ്മൾ അറിയാതെ പറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു സെൻറ്റൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങനെയല്ല പറയേണ്ടത്, വേറൊരു സെൻറ്റൻസ് സ്ട്രക്ചറാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നും. അപ്പോൾ നമ്മളത് മാറ്റും. അപ്പോൾ എഴുതുന്ന അത്രയും ഗ്രാമാറ്റിക്കൽ ആക്യുറസി നമ്മൾ സംസാരിക്കുമ്പോൾ വരില്ല. അത് നേറ്റീവ് സ്പീക്കേഴ്സ് ആണെങ്കിൽ കൂടെ സംസാരിക്കുമ്പോൾ മിസ്റ്റേക്സ് വരും. അപ്പോൾ അത് കേട്ടിട്ട് ഒരാളുടെ ഇംഗ്ലീഷ് ശരിയല്ല എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. സംസാരിക്കുമ്പം ഓഫ് കോഴ്സ് ഞാൻ സംസാരിക്കുമ്പോഴും ആര് സംസാരിക്കുമ്പോഴും പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ആളോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് ആൾ റിപ്ലൈ കൊടുക്കുന്ന ആ സെൻറ്റൻസുകളിൽ അതെങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത്, അത് നമ്മൾ സ്വാഭാവികമായി സംസാരിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് ആൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഒപ്പം കുറച്ച് മോട്ടിവേഷനും കിട്ടും, കാരണം ആൾ നല്ല അടിപൊളി കാര്യങ്ങളാണ് പറയണേ. പിന്നെ ചിലവർക്കൊരു സംശയം തോന്നും, ബേസിൽ ജോസഫ് ആണോ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് എന്നുള്ളൊരു ചോദ്യം വരും. പുറത്ത് വിദേശത്ത് പോയി പഠിച്ച് വന്ന താരങ്ങളുണ്ട്, നമ്മുടെ ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ പൃഥ്വിരാജൊക്കെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. പക്ഷേ ബേസിലിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പം അത് സാധാരണ നമ്മളൊക്കെ വീട്ടിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആളൊരു വയനാട്ടുകാരനാണല്ലോ. അപ്പോൾ വയനാട്ടിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ഈ വീഡിയോ ഞാൻ ചൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഹോസ്റ്റ് ചോദിക്കുന്ന ചോദ്യം എന്താണ്? What is your advice to people who are in this situation of wanting to make a film and it's not happening? It's like Arun, he wanted to make his first film long time. What is your advice to? So what's your advice to people who are in the situation of wanting to make a film? ഒരു ഫിലിം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള അഡ്വൈസ് എന്താണ്? ആൻഡ് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ സംഭവിക്കുന്നില്ല. ലൈക്ക് അരുൺ, ഹി വാണ്ടഡ് ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫിലിം ഫോർ എ ലോങ് ടൈം. അപ്പോൾ അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാണ്. അയാളെപ്പോലെയുള്ള ആൾക്കാർ ആദ്യത്തെ അയാളുടെ സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ കുറേ കാലം ആഗ്രഹിച്ചു. ഹി വാണ്ടഡ് ടു മേക്ക് ഹിസ് ഫിലിം ഫോർ എ ലോങ് ടൈം. വാട്ട്സ് യുവർ അഡ്വൈസ് ടു, ലൈക്ക് പ്രാക്ടിക്കൽ അഡ്വൈസ്, അതുപോലത്തെ ആൾക്കാരോടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള അഡ്വൈസ് എന്താണെന്നാണ് ചോദ്യം. Like practical advice. Yeah. Taurus, you're supposed to be practical. അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റ് പറഞ്ഞ സെൻറ്റൻസ് ഉണ്ട്, ടോറസ്, യു ആർ സപ്പോസ് ടു ബി പ്രാക്ടിക്കൽ. ഈ ടോറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിലുണ്ടാവില്ലേ കുംഭരാശി, മകരരാശി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു മാസത്തിൽ ഒരു സമയത്ത് ജനിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ജീവിതം ഇന്ന കാലം എങ്ങനെയായിരിക്കും, വച്ചടി കയറ്റം ഉണ്ടാവും അടുത്തൊരു 3 ആഴ്ച, അത് കഴിഞ്ഞ് പിന്നെ വച്ചടി താഴ്ചയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ. ഇതേപോലെ ഇംഗ്ലീഷുകാർക്കുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ജനിച്ച ഡേറ്റ് വെച്ചിട്ടാണ് നമ്മളെ സ്പ്ലിറ്റ് ചെയ്യണത്. അപ്പോൾ ടോറസ് ആണ് ബേസിൽ. ടോറസ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 20 മുതൽ മെയ് എത്രയും കൂടി വരെയാണ് ടോറസ്. അപ്പോൾ ടോറസ് എന്ന രാശിയിൽ ജനിക്കുന്ന ചില ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്, അവർ പൊതുവെ പ്രാക്ടിക്കലായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ കരുതപ്പെടുന്നത് ആ രീതിയിലാണ് സെൻറ്റൻസ്. കേട്ടോ, പ്രാക്ടിക്കൽ അഡ്വൈസ് വേണമെന്ന് ഹോസ്റ്റ് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ടോറസ് ആണല്ലോ നിങ്ങൾ, അപ്പോൾ യു ആർ സപ്പോസ് ടു ബി പ്രാക്ടിക്കൽ. ടോറസുകാർ അങ്ങനെയാണല്ലോ, അതാണ് യു ആർ സപ്പോസ് ടു ബി. അങ്ങനെയാണല്ലോ മൊത്തത്തിലുള്ളൊരു വെപ്പ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. യു ആർ സപ്പോസ് ടു ബി പ്രാക്ടിക്കൽ. അപ്പോൾ ഇതിന് ബേസിലിൻ്റെ റിപ്ലൈ അടിപൊളിയാണ്, കേൾക്കാം. അപ്പോൾ ഞാൻ എല്ലാ കാര്യം എടുക്കുന്നില്ല, റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് മാത്രമേ ഈ വീഡിയോയിൽ എടുക്കുന്നുള്ളൂ കേട്ടോ. Things will happen at the right time. Everything happened for a reason. What do you do till then? Things will happen at the right time. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്നുള്ള അതേ കോൺസെപ്റ്റാണിത്. തിങ്സ് വിൽ ഹാപ്പൻ അറ്റ് ദ റൈറ്റ് ടൈം. എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത് അത് അതിൻ്റെ യഥാർത്ഥ ശരിയായ സമയത്ത് സംഭവിക്കും. തിങ്സ് വിൽ ഹാപ്പൻ അറ്റ് ദ റൈറ്റ് ടൈം. Everything happened for a reason. What do you do till then? എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് അതിനെല്ലാത്തിനും ഒരു കാരണം ഉണ്ടെന്നാണ് പറയുന്നത്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഫ്രേസാണ്. നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ സ്വയം ആശ്വസിക്കുന്ന എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഫ്രേസാണ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഹാപ്പൻ എന്ന് വെച്ചാൽ സംഭവിക്കുക, റീസൺ എന്ന് വെച്ചാൽ ഒരു കാരണം. എല്ലാം സംഭവിക്കുന്നതിനും ഒരു കാരണമുണ്ട്. Do what you are supposed to do. That's the only thing. Keep writing. ഡു വാട്ട് യു ആർ സപ്പോസ് ടു ഡു. അതിനർത്ഥം എന്താ? ഡു എന്ന് വെച്ചാൽ ചെയ്യുക. എഗെയിൻ സപ്പോസ് ടു ഉണ്ടോ, നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യാം. ഡു വാട്ട് യു ആർ സപ്പോസ്ഡ് ടു ഡു. ഈ സപ്പോസ്ഡ് ടു എന്നുള്ള ആ പ്രയോഗം നമുക്കൊന്ന് പഠിക്കാം. സപ്പോസ് ടു എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ടോറസ്, നീ ടോറസ് ആണല്ലോ, യു ആർ സപ്പോസ്ഡ് ടു ബി പ്രാക്ടിക്കൽ. നിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ബീങ് പ്രാക്ടിക്കൽ.
അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ് എന്നുള്ള രീതിയിലാണ് സപ്പോസ് ടു. യു ആർ സപ്പോസ്ഡ് ടു ബി പ്രാക്ടിക്കൽ. ഓക്കെ, ഇപ്പോൾ രമേഷ് പിഷാരുടെ വന്നാൽ യു ആർ സപ്പോസ് ടു ബി ഫണി അല്ലേ. അയാളുടെ എല്ലാവരും ചോദിക്കില്ലേ, ഒരു ജോക്ക് പറയുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻ്റർവ്യൂസിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ തമാശ പറയുന്ന ആൾക്കാർ ആർ സപ്പോസ്ഡ് ടു ബി ഫണി അല്ലേ, അവർ എപ്പോഴും തമാശ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഡു വാട്ട് യു ആർ സപ്പോസ്ഡ് ടു ഡു, നമ്മൾ എന്താണ് ചെയ്യണമെന്ന് പൊതുവെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് ചെയ്യുക. അപ്പം നമ്മൾ സിനിമ പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അതാണല്ലോ നമ്മളെന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുക. ഡു വാട്ട് യു ആർ സപ്പോസ്ഡ് ടു ഡു. ഈ സപ്പോസ്ഡ് എന്ന് കേൾക്കില്ല കേട്ടോ, കാരണം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പാടാണ് പറയുന്നത്. അപ്പോൾ ഡു വാട്ട് യു ആർ സപ്പോസ്ഡ് ടു ഡു. സപ്പോസ് എന്ന് മാത്രമേ കേൾക്കുള്ളൂ. സപ്പോസ് ടു ഡു. Keep writing, keep working, keep learning. കീപ് റൈറ്റിംഗ്, കീപ് ഡൂയിങ് ദിസ് എന്ന് വെച്ചാൽ അത് ചെയ്തുകൊണ്ടിരിക്കൂ. കീപ് റൈറ്റിംഗ്, എഴുതിക്കൊണ്ടിരിക്കൂ. കീപ് ലേണിംഗ്, പഠിച്ചുകൊണ്ടേയിരിക്കൂ. Getting an opportunity to films is one thing. Yeah. ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഫിൽം ഇസ് വൺ തിങ്. ഒരു സിനിമ പിടിക്കുക, ഷൂട്ട് ചെയ്യുക, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത് ഒരു കാര്യമാണ് അല്ലേ. അത് വേണം നമുക്ക്. ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ ഒരു സിനിമ പിടിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണം അല്ലേ. സോ ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഫിൽം ഇസ് വൺ തിങ്, അതൊരു കാര്യമാണ്. And then to survive and to stay is also another bigger struggle actually. And then to survive or to stay is also another big struggle actually. എന്ന് പറഞ്ഞതാ, നമുക്ക് സിനിമ ഒരെണ്ണം പിടിക്കുക, ഒരെണ്ണം ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു കാര്യമാണ്. അതിനേക്കാളും ബിഗ്ഗർ സ്ട്രഗിൾ എന്ന് വെച്ചാൽ കഷ്ടപ്പാട്. അതിനേക്കാളും ബിഗ്ഗർ സ്ട്രഗിൾ എന്താണ്? പിടിച്ചു കഴിഞ്ഞിട്ട് ആൻഡ് ദെൻ ടു സർവൈവ്, അവിടെ നിലനിൽക്കുക, അല്ലെങ്കിൽ സ്റ്റേ, അവിടെ നിൽക്കുക എന്നുള്ളതാണ് അതിനേക്കാളും ബിഗ്ഗർ സ്ട്രഗിൾ. So like even very recently I had a conversation with a guy who was trying to make his first film. Even very recently I had a conversation with a guy. ഈ റീസെൻ്റ്ലി എന്ന് വെച്ചാൽ ഈ അടുത്ത്, വെരി റീസെൻ്റ്ലി എന്ന് വെച്ചാൽ തൊട്ട് അടുത്ത്, എന്ന് വെച്ചാൽ വളരെ അടുത്ത്, 2 ദിവസം മുമ്പായിരിക്കും ചിലപ്പോൾ. ഐ ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് എ ഗായ് എന്ന് വെച്ചാൽ ഞാൻ ഒരു ആളുമായിട്ട് ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഐ ടോക്ക് ടു സമ്മൺ എന്ന് പറയാൻ പറ്റില്ല, അത് ഭംഗിയിൽ പറഞ്ഞു. ഞാൻ ഒരാളായിട്ടൊരു കാര്യം സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഐ ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് എ ഗായ്. ആ ആളുടെ പ്രത്യേകത എന്താ? ഹൂ വാസ് ട്രൈങ് ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫിലിം. ആരാണ് ഹൂ? ഈ ഗായ്. ഈ കോൺവെർസേഷൻ ഉണ്ടായില്ലേ ഒരു ഗായ് ആയിട്ട്, ഒരു ആളായിട്ട്. ആ മനുഷ്യൻ ഹൂ വാസ് ട്രൈങ് ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫിലിം. ആളുടെ ആദ്യത്തെ പടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് ഈ അടുത്തൊരു കോൺവെർസേഷൻ ഉണ്ടായി. So I was also sharing the same thing to him also. So I was also sharing the same thing with him. ഞാൻ അയാളുടെ അടുത്തും, അയാളും ഇതെല്ലാം ചോദിച്ചിട്ടുണ്ടാവും, എന്താ ചെയ്യുക. ഇപ്പോൾ ഇതേ ചോദ്യമല്ലേ അയാളും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സിനിമയിലേക്ക് വരണം, എങ്ങനെ തുടങ്ങും, എന്ത് ചെയ്യും, അങ്ങനെ. ഐ വാസ് ഓൾസോ ഷെയറിങ് ദ സെയിം തിങ് വിത്ത് ഹിം. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന അതേ കാര്യം ഞാൻ അയാളുടെ അടുത്തും പറയായിരുന്നു, ഷെയർ ചെയ്യായിരുന്നു. ഐ വാസ് ഓൾസോ ഷെയറിങ് ദ സെയിം തിങ്, ഇതേ കാര്യം, സെയിം തിങ് വിത്ത് ഹിം. Like after Minnal Murali I couldn't make a film. It's been 5 years. നമ്മൾ സംസാരിക്കുമ്പം ലൈക്ക് എന്നുള്ളൊരു സംഭവം ഒരു ഫില്ലർ വേർഡാണ്, പക്ഷേ നോർമലി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലൈക്ക്, ആസിൻ, ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ എക്സാമ്പിൾസ് കൊടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇടയിൽ ഇങ്ങനെ ലൈക്ക് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അത് കോൺവെർസേഷൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ പറയാണ്. ലൈക്ക് ആഫ്റ്റർ മിന്നൽ മുരളി, ആ മിന്നൽ മുരളി പടത്തിന് ശേഷം, ആഫ്റ്റർ മിന്നൽ മുരളി ഐ കുഡൻറ്റ് മേക്ക് എ ഫിലിം. ഇറ്റ്സ് ബിൻ 5 years. 5 വർഷമായിട്ട് ഐ കുഡൻറ്റ് മേക്ക് എ ഫിലിം. എനിക്കൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയില്ല. മിന്നൽ മുരളിക്ക് ശേഷം 5 വർഷത്തോളം സിനിമ ഉണ്ടാക്കാതിരുന്നു. കണ്ടോ? അപ്പോൾ അത് പറയണ വളരെ നാച്ചുറലി നമ്മൾ സംസാരിക്കുമ്പം ഇങ്ങനെയാണ്. നമ്മൾ ഓരോ ഫ്രേസായിട്ട് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുക ചെയ്യാം. ഒരു ഫുൾ സെൻറ്റൻസ് ആയിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ചിലപ്പോൾ പറഞ്ഞൊന്നും വരില്ല. ലൈക്ക് ആഫ്റ്റർ മിന്നൽ മുരളി ഐ കുഡൻറ്റ് മേക്ക് എ ഫിലിം. എനിക്ക് ഫിലിം ഉണ്ടാക്കാൻ പറ്റിയില്ല. ഐ കാൺറ്റ് മേക്ക് എ ഫിലിം എന്നല്ല പറയേണ്ടത്. ഐ കാൺറ്റ് എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭാവിയിലത്തെ കാര്യമാണ് പറയണത്, അതല്ല. പറ്റിയില്ല. മിന്നൽ മുരളിക്ക് ശേഷം ഐ കുഡൻറ്റ് മേക്ക് എ ഫിലിം. അതാണ് ക്യാനും കുഡൻറ്റും നമ്മളെ വ്യത്യാസം. പലരും തെറ്റിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. ഐ കുഡൻറ്റ് മേക്ക് എ ഫിലിം, പറ്റിയില്ല സിനിമ ഉണ്ടാക്കാൻ. So we were like singing at one point like hey. അപ്പം ആ സമയത്ത് നീയും ഞാനും പറയുന്നതൊക്കെ ഒരേ കാര്യമാണല്ലോ എന്നിട്ട് ഒരു സിങ്ക് ഉണ്ടായിരുന്നു എന്ന്. വി വർ ലൈക്ക് സിങ്കിങ് അറ്റ് വൺ പോയിന്റ്. അതാണ് അവിടെ ഉദ്ദേശിച്ചെന്ന് എനിക്ക് തോന്നണേ. ഒരേ ഒരു സിങ്ക് ഉണ്ടായിരുന്നു, ഒരേ കാര്യമാണ് നമ്മൾ പറഞ്ഞിരുന്നത് എന്നുള്ള അർത്ഥത്തിൽ. വി വർ ലൈക്ക് സിങ്കിങ് അറ്റ് വൺ പോയിന്റ്. ഒരു പോയിന്റിൽ നമ്മൾ സംസാരിച്ചൊരു പോയിന്റ് എത്തിയപ്പം നമ്മൾ ഒരേ കാര്യമാണല്ലോ പറയുന്നത് എന്നുള്ളൊരു അവസ്ഥ വന്നു. ചേട്ടാ you are also talking like me. യു വർ ടോക്കിംഗ് ലൈക്ക് മീ. അയാളോട് അപ്പം പറഞ്ഞത് നീ എന്നെ പോലെയാണല്ലോ സംസാരിക്കണേന്നാ. അല്ലെങ്കിൽ അയാൾ ബേസിലെടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പോലെയാണല്ലോ സംസാരിക്കണേന്ന്. എൻ്റെ അതേ പ്രശ്നമാണോ നിങ്ങൾക്കൊന്ന്? I was venting out my frustration to him and he was also saying yeah. I was venting out my frustration to him.
വെൻറ്റ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും അങ്ങനെ അയാൾ കണ്ടോ അവൻ കണ്ടോ ഇങ്ങനെ അങ്ങനെ പറയില്ലേ, നമ്മളതാണ് വെൻറ്റ് ഔട്ട് ചെയ്യുക. ഈ വെൻറ്റ് ഔട്ട് ചെയ്യുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലത്. നമ്മുടെ ഉള്ളിൽ കുറേ ഇങ്ങനെ തീക്ഷ്ണമായ കാര്യങ്ങളൊന്നും വെച്ചുകൊണ്ടിരിക്കാണ്ട് ആരോടെങ്കിലും പോയിട്ടൊന്ന് പൊട്ടിത്തെറിച്ചാൽ ചിലപ്പം പൊട്ടിത്തെറിക്കേണ്ട ആൾ തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ വീട്ടിലെ പാർട്ട്ണർ എടുത്തോ അയാളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരില്ലേ, അത് പറഞ്ഞു കഴിഞ്ഞൊരു ആശ്വാസം കിട്ടില്ലേ. അതാണ് വെൻറ്റിങ് ഔട്ടോ, വെൻറ്റിങ് ഔട്ട്, ടു വെൻറ്റ് ഔട്ട്. നമ്മുടെ ഫ്രസ്ട്രേഷൻ വെൻറ്റ് ഔട്ട് ചെയ്യുക. ഐ വാസ് വെൻറ്റിങ് ഔട്ട് മൈ ഫ്രസ്ട്രേഷൻ ടു ഹിം. എൻ്റെ ഫ്രസ്ട്രേഷൻ അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തീർക്കുകയായിരുന്നു എന്ന്. ആൻഡ് ഹി വാസ് ഓൾസോ സെയിങ് ലൈക്ക് യാ അയാളും എൻ്റെ അടുത്തും പറയുന്നു അതെ അത് തന്നെ എന്ന്. ഹി വാസ് ഓൾസോ സെയിങ്, അവനും പറയുമായിരുന്നു. I've been working so hard all the time throughout my career to better myself as a. ഐ ഹാവ് ബീൻ വർക്കിംഗ് സോ ഹാർഡ്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈക്ക് ഓൾ ദ ടൈം, എപ്പോഴും, ത്രൂ ഔട്ട് മൈ കരിയർ. എൻ്റെ കരിയർ മുഴുവൻ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പം വരെ ബേസിൽ പറയുന്നത് ബേസ് നന്നായി അധ്വാനിച്ചുകൊണ്ടിരിക്കുക. ഐ ഹവ് ബീൻ വർക്കിംഗ് സോ ഹാർഡ് കേട്ടോ, ഐ ഹവ് ബീൻ വർക്കിംഗ് സോ ഹാർഡ്. അതിൻ്റെ ഇടയിൽ ഒരു ലൈക്ക് എന്നുള്ള വാക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കോൺവെർസേഷനിൽ ഫില്ലർ വാക്കായിട്ട് ഉപയോഗിക്കുന്ന ലൈക്ക്. ഐ ഹവ് ബീൻ വർക്കിംഗ് സോ ഹാർഡ് ലൈക്ക് ഓൾ ദ ടൈം ത്രൂ ഔട്ട് മൈ കരിയർ. എൻ്റെ കരിയർ മൊത്തം ഞാനിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. To better myself as a director, as an actor. എന്തിനു വേണ്ടിയിട്ട്? അത് പറയാൻ വേണ്ടി ടു ഉപയോഗിക്കാം. ടു ബെറ്റർ മൈ സെൽഫ് ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ. ഒരു സംവിധായകനായിട്ടും ഒരു ആക്ടറായിട്ടും എന്നെ കോൺസ്റ്റൻ്റ്ലി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പറയുന്നൊരു ഫ്രേസാണ് ടു ബെറ്റർ മൈ സെൽഫ് കേട്ടോ. ഐ വാസ് വർക്കിംഗ് സോ ഹാർഡ് ടു ബെറ്റർ മൈ സെൽഫ്. എന്തായിട്ട്? ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ, ഈ റോളിലൊക്കെ ആക്ടറായിട്ടും ഡയറക്ടറായിട്ടും ടു ബെറ്റർ മൈ സെൽഫ്. വാട്ട് ഹവ് ഐ ബീൻ ഡൂയിങ്? ഐ ഹവ് ബീൻ കോൺസ്റ്റൻ്റ്ലി വർക്കിംഗ് ഹാർഡ്. They're always trying to upskill myself. ഓൾവേസ് ട്രൈങ് ടു അപ്സ്കിൽ മൈ സെൽഫ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൽസൊക്കെ കൂട്ടുക. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അടുത്ത ദിവസം വേറൊരു കോഴ്സ് എടുക്കുക, അല്ലെങ്കിൽ ബുക്ക് വാങ്ങിച്ച് പഠിക്കുക, അങ്ങനെ എപ്പോഴും നമ്മൾ അപ്സ്കിൽ ചെയ്യുക. ഈ സമയത്ത് എനിക്ക് ചിരി വന്നതെന്ന് പറയുമോ, അപ്പുറത്തെ ടോവിനെ ഇരുന്നിട്ട് വിരൽ നോക്കുക, എന്താണ് വിരലിന് ഒരു നീളക്കുറവുണ്ടോ ഒരു വിരലിന്, അത് നഖമൊന്നും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. Learn because I was in a position of too much of self-doubt and that. പിന്നെ ബേസിൽ പറയണത് ഐ വാസ് ഇൻ എ പൊസിഷൻ ഓഫ് ടു മച്ച് ഓഫ് സെൽഫ് ഡൗട്ട്. അപ്പോൾ ഇതെന്താ ഉദ്ദേശം വെച്ചാൽ എനിക്ക് ഭയങ്കര സെൽഫ് ഡൗട്ട് ആയിരുന്നു എന്ന്. ഐ ഹാഡ് ടു മച്ച് സെൽഫ് ഡൗട്ട് അങ്ങനെ പറഞ്ഞേക്കാളും ആ സെൻറ്റൻസ് കേട്ടോ. ഐ വാസ് ഇൻ എ പൊസിഷൻ ഓഫ് ടു മച്ച് സെൽഫ് ഡൗട്ട്. Complex of I'm not good enough, I'm not good enough at the. പിന്നെ ആൾക്കൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു, ഞാൻ അത്ര പോരാ, നമുക്കൊക്കെ ഉള്ളൊരു കോംപ്ലക്സ് അല്ലേ, അതിങ്ങനെ പറഞ്ഞത്. ആൻഡ് ദാറ്റ് കോംപ്ലക്സ് ഓഫ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ അത്രയ്ക്ക് പോരാ, ഐ എം നോട്ട് ഗുഡ് ഇനഫ് കേട്ടോ, പഠിച്ചു വെക്കേണ്ട ഫ്രേസാണ്. അങ്ങനത്തെ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു എനിക്ക്, ദാറ്റ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്. At the early stage of my career as an assistant director and everything. എപ്പോഴാണ് ഈ കോംപ്ലക്സ് ഉണ്ടായിരുന്നേ? അറ്റ് ദ ഏർലി സ്റ്റേജ്, ആദ്യകാലത്തിൽ, അറ്റ് ദ ഏർലി സ്റ്റേജ് ഓഫ് മൈ കരിയർ ആസ് എൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു, ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന്. When I went into Vineet Srinivasan as an assistant director, my co-assistant directors were Abhinav Sundar Nayak, who is the director of Mollywood Times and the Mukundan Unni Associates, and the other one was Ganesh Raj, who is the director of Anandam and Pookalam. പിന്നെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഞാൻ വിനീത് ശ്രീനിവാസൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പറയണത്, വെൻ ഐ വെൻ ടു വിനീത് ശ്രീനിവാസൻ ആസ് എൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഞാൻ വിനീതിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് എന്താ സംഭവിച്ചത്? മൈ കോ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് വർ, എൻ്റെ കൂടെയുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? അവരുടെ പേര് പറയുന്നുണ്ട്. അഭിനവ് നായക്, മോളിവുഡ് ടൈംസ് എന്നുള്ള പടത്തിൻ്റെ ഡയറക്ടർ, ഹൂ ഇസ് ദ ഡയറക്ടർ ഓഫ് കേട്ടോ. ഒരാളുടെ പേര് പറഞ്ഞിട്ട് അയാൾ ആരാന്ന് പറയാൻ ഹൂ ഇസ് ഇന്നാൾ, ദ ഡയറക്ടർ ഓഫ് ഇൻ എ മൂവി. The other one was Ganesh Raj, who is the director of Anandam and Pookalam. പിന്നെ വേറൊരു ഡയറക്ടർ ഗണേഷ് രാജ്, അയാളുടെ മൂവീസ് ഏതാന്ന് പറയുന്നുണ്ട്. They were so good as technicians at that time itself. ആൻഡ് ദേ വർ സോ ഗുഡ് ആസ് ടെക്നീഷ്യൻസ് അറ്റ് ദാറ്റ് ടൈം ഇറ്റ് സെൽഫ്. ആ സമയത്ത് തന്നെ, അത്രയും വർഷം മുമ്പ് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയിരുന്ന സമയത്ത് തന്നെ അവർ ടെക്നീഷ്യൻസ് എന്ന നിലയിൽ അടിപൊളിയായിരുന്നു. ദേ വർ സോ ഗുഡ് എന്ന് വെച്ചാൽ അവർക്ക് ആ കാര്യത്തിൽ നല്ലൊരു അറിവുണ്ടായിരുന്നു. ദേ വർ സോ ഗുഡ് ആസ് ടെക്നീഷ്യൻസ് അറ്റ് ദാറ്റ് ടൈം ഇറ്റ് സെൽഫ്, ആ സമയത്ത് തന്നെ. അപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളിലൊക്കെ നല്ല അറിവുണ്ടായിരുന്നു. ദേ വർ സോ ഗുഡ് അറ്റ് ഇറ്റ്. So well known for of global world cinema, talking about Nolan, like everyone, like they were like well known about global or world cinema. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വെൽ നോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയപ്പെടുക എന്നാണ്. ഇപ്പോൾ ഇവർ ഗ്ലോബൽ സിനിമേനെ കുറിച്ച് അറിയപ്പെടുക എന്നല്ല പറയില്ലല്ലോ, അവർക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ള അർത്ഥം വരണമെങ്കിൽ അവിടെ വെൽ നോൺ അല്ല ഉപയോഗിക്കുക, അവിടെ നോളജബിൾ അല്ലെങ്കിൽ ദേ വർ വെൽ ഇൻഫോംഡ് അബൌട്ട് വേൾഡ് സിനിമ എന്ന് പറയാം. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചില കാര്യങ്ങൾ ഇതൊക്കെ നമുക്കും എനിക്കും പറ്റുന്ന തെറ്റുകളാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ഞാനിത്
എടുത്ത് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ടിപ്പിക്കൽ വരുന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മളത് പഠിച്ചു പോയാൽ നിങ്ങൾ ഈ സെൻറ്റൻസസ് ഉപയോഗിക്കുന്നത് എനിക്കറിയാം, അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് പോകണം. ഇപ്പോൾ ഷെഫ് പിള്ള, അവർ ഹീസ് വെൽ നോൺ ഫോർ ഹിസ് എന്താണ് നമ്മുടെ മീൻകറിയില്ലേ, നമ്മുടെ നിർവാണ, ഫോർ ഹിസ് ഡിഷ് ഫിഷ് നിർവാണ, അങ്ങനെയല്ല എൻ്റെ പേര്, ഷെഫ് നിർവാണ എന്നാണോ, ഇപ്പോൾ കൺഫ്യൂഷനായി. ദ ഡിഷ് ഇസ് വെൽ നോൺ, അല്ലെങ്കിൽ ഹീ ഈസ് വെൽ നോൺ ഫോർ ഇറ്റ്. ഈ ഒരു കാര്യത്തിന് അവൻ ഫേമസ് ആണെന്നുള്ള അർത്ഥമാണ്. ഇവിടെ നമുക്കതിനെക്കുറിച്ച് നല്ല അറിവുണ്ടെന്ന് പറയാൻ ഐ ആം വെൽ ഇൻഫോംഡ്, അല്ലെങ്കിൽ ഐ ആം നോളജബിൾ അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ ഹീ ഈസ് നോളജബിൾ അല്ലെങ്കിൽ വെൽ ഇൻഫോംഡ് അബൌട്ട് വേൾഡ് സിനിമ. ടോക്കിംഗ് അബൌട്ട് നോളൻ. എൻ്റെ എക്സാമ്പിൾ പറയാണ്, ടോക്കിംഗ് അബൌട്ട് നോളൻ, ക്രിസ്റ്റഫർ നോളൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ വലിയ വലിയ ഡയറക്ടേഴ്സിനെ കുറിച്ചൊക്കെ അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു എന്ന്. I didn't know anyone at all at that point. I didn't know anyone at all at that point. ആ സമയത്ത് at that point I didn't know anyone at all. എനിക്ക് ആരെയും അറിയണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ പറയില്ലേ, എനിക്ക് ഞാൻ ആ സമയത്ത് എനിക്ക് അത്ര ഒന്നും അറിയണ്ടായിരുന്നില്ല, ആരെയും അറിയണ്ടായിരുന്നില്ല. I didn't know anyone at all. At all എന്ന് വെച്ചാൽ തീരെ. I was like, did I take the wrong decision to come to film? I was having a job and I quit that job and came into film. ഇനിയാണ് പഠിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മൾ സംസാരത്തിൽ ഐ വാസ് ലൈക്ക് ഈ ഒരു ഫ്രേസ് കുറേ ഉപയോഗിക്കുന്നതാണ്. ഞാനിവിടെ ഒരു സ്ഥലത്ത് ചെന്നു, അവിടെ ചെന്നപ്പോൾ ഇന്നയാളെ കണ്ടു, അപ്പോൾ എനിക്ക് അയാളെ അറിയില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഐ വാസ് ലൈക്ക് ഐ ഡോണ്ട് നോ ഹിം, ഐ വാസ് ലൈക്ക് ഐ ഫെൽറ്റ് ലൈക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫീലിംഗ് ഉള്ളിൽ എന്താണ്, നമ്മളപ്പോൾ ചിന്തിക്കുന്നത് എന്താണ്, അത് പറയാൻ വേണ്ടിയിട്ട് ഐ വാസ് ലൈക്ക് എന്ന് ഉപയോഗിക്കാം. ഐ വാസ് ലൈക്ക് വൈ ഡിഡ് ഹി ഗിവ് മീ ദ ബുക്ക്, ഇവൻ എന്തിനാ എനിക്ക് ബുക്ക് തന്നേ. ഐ വാസ് വണ്ടറിങ് വൈ ഹി ഗേവ് മീ ദ ബുക്ക് എന്ന് പറയാം, പക്ഷേ അത് കുറച്ചുകൂടെ ബുക്കിഷായിപ്പോയി. അപ്പം നമ്മൾ പറയും ഐ വാസ് ലൈക്ക് വൈ ഡിഡ് ഹി ഗിവ് ഇറ്റ് ടു മീ, എന്താണ് അവൻ എനിക്കിത് തന്നത്. ഐ വാസ് ലൈക്ക് എൻ്റെ ഒരു ഭാവം അങ്ങനെയായിരുന്നു, അത് പറയാൻ വേണ്ടി ഐ വാസ് ലൈക്ക്. ഇത് വളരെ കോമൺ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൽ വരുന്നതാണ്. ഞാൻ മുമ്പ് ഒരു ലെസണിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോൺവെർസേഷനിൽ നമുക്ക് എന്തെങ്കിലും അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ, അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയത് എന്ന് പറയണമെങ്കിൽ ഐ വാസ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് എന്താ തോന്നിയതെന്ന് പറയാം. ഐ വാസ് ലൈക്ക് ഡിഡ് ഐ ടേക്ക് ദ റോങ് ഡിസിഷൻ ടു കം ടു ഫിലിം. ഞാനൊരു തെറ്റായ തീരുമാനമാണ് എടുത്തത്. ഡിഡ് ഐ ടേക്ക് ദ റോങ് ഡിസിഷൻ, തെറ്റായ തീരുമാനം. ഡിഡ് ഐ ടേക്ക് ദ റോങ് ഡിസിഷൻ, മൂവീസിലേക്ക് വരിക എന്നുള്ളത് ഞാൻ എടുത്തൊരു തീരുമാനം, അത് തെറ്റായി പോയോ, അങ്ങനെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി. ഐ വാസ് ലൈക്ക് ദാറ്റ്. I was having a job and I quit that job and came into films and now I feel odd one out. എനിക്കൊരു ജോബ് ഉണ്ടായിരുന്നു, ഐ ഹാഡ് എ ജോബ് ആൻഡ് ഐ ക്വിറ്റ് ദാറ്റ് ജോബ്. ഞാൻ ആ ജോലി രാജിവെച്ചു ആൻഡ് കെയിം ഇൻ ടു ഫിലിംസ്, എന്നിട്ട് ഫിലിംസിലേക്ക് വന്നു. ആൻഡ് നൗ ഐ ഫീൽ ലൈക്ക് ദി ഓഡ് വൺ ഔട്ട്. എന്നിട്ട് അത് വന്നപ്പോൾ എനിക്കെന്താ തോന്നുന്നത്, ഐ ഫീൽ ലൈക്ക് ദി ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ ഔട്ട് എന്ന് വെച്ചാൽ അവിടെ ഫിറ്റാവാത്ത ഒരാൾ, എന്താ പറയുക, ആ ഒരു ഗ്യാങ്ങിൽ ഇയാൾ ചേരുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ്. കാരണം എനിക്ക് ലോക സിനിമയെക്കുറിച്ചൊന്നും അറിയില്ല, അപ്പം ഞാനവിടെ എനിക്കവിടെ സ്ഥാനമില്ല, ഞാനവിടെ ചേരുന്നില്ല, അവിടെ നിൽക്കേണ്ട ഒരാളല്ല ഞാനവിടെ ഫിറ്റ് ആവുന്നില്ല എന്നൊക്കെ ഒരു ഫീലിംഗ്. അതിനാണ് ടു ഫീൽ ലൈക്ക് ദി ഓഡ് വൺ ഔട്ട്. And I don't connect with these conversations at all regarding films. ആൻഡ് ഐ ഡിഡൻറ്റ് കണക്ട് വിത്ത് ദീസ് കോൺവെർസേഷൻസ് അറ്റ് ഓൾ. ഇവർ ഈ സംഭാഷണങ്ങളൊക്കെ ഇല്ലേ, നോളിൽ അങ്ങനെ ചെയ്തപ്പോൾ ക്യാമറ ഇങ്ങനെ വെച്ചെന്നൊക്കെയുള്ള കോൺവെർസേഷൻ ഉണ്ടായിരിക്കാം. എനിക്ക് മൂവീസിനെ കുറിച്ച് അധികമൊന്നും അറിയില്ല, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഷോട്ട് എടുത്തപ്പോൾ പകരം ഈ ഷോട്ട് കണ്ടില്ലേ, അത് ഇങ്ങനെ വന്നു, ലൈറ്റ് ഇവിടെ വെച്ചു, ക്യാമറ വെച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവന്മാർ ഭയങ്കര പുലികളാണല്ലോ, അപ്പോൾ അവരെന്തെങ്കിലും പറയുണ്ടാവും. അപ്പോൾ ബേസിൽ ഇങ്ങനെ തോന്നി, അയ്യോ ഞാനിവിടെ ഫിറ്റ് ആവണില്ല. ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഡിഡൻറ്റ് കണക്ട് വിത്ത് ദീസ് കോൺവെർസേഷൻസ് അറ്റ് ഓൾ. അവർ പറയുന്ന കാര്യങ്ങളായിട്ട് യാതൊരു ബന്ധവും എനിക്ക് തോന്നിയില്ല, അല്ലെങ്കിൽ എനിക്കതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. റിഗാർഡിങ് ഫിലിംസിനെ കുറിച്ചുള്ള കോൺവെർസേഷൻസ് I was connecting with other things in life but not movies. പക്ഷേ ഐ വാസ് കണക്ടിങ് വിത്ത് അതർ തിങ്സ് ഇൻ ലൈഫ്. ജീവിതത്തിലെ ബാക്കി കാര്യങ്ങളില്ലേ, ഈ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അബൌട്ട് മൂവി മേക്കിംഗ് അല്ലാത്ത ബാക്കി കാര്യങ്ങൾ, നോർമൽ ലൈഫിൽ നമ്മളൊക്കെ ചെയ്യുന്ന മഴക്കാലമാണ്, ചൂടാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ കോൺവെർസേഷൻസിലൊക്കെ ഹി കുഡ് റിലേറ്റ് വിത്ത് ദം, ബട്ട് നോട്ട് മൂവീസ് അതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ് പറയുമ്പം ഹി കുഡിൻറ്റ് റിലേറ്റ് അറ്റ് ഓൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഐ കുഡിൻറ്റ് കണക്ട് വിത്ത് സംതിങ്, അല്ലെങ്കിൽ ഐ കുഡിൻറ്റ് റിലേറ്റ് ടു സംതിങ് എന്നുള്ള രീതി പറയാം. ഐ കുഡിൻറ്റ് റിലേറ്റ് ടു ദ കോൺവെർസേഷൻസ് വി ഹാഡ് ദെൻ, അല്ലെങ്കിൽ ഐ കുഡിൻറ്റ് കണക്ട് വിത്ത് ദം. They were talking about big things, technicalities, the cameras, the movements, the lenses and so many things. And they were talking about big things. അവർ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. They were talking about big things, the technicalities, the cameras, the movements, the lenses, അല്ലേ, ക്യാമറാസിനെ കുറിച്ചും അത് അങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയെക്കുറിച്ചും അതായിരിക്കും എന്ന് വിചാരിക്കണം മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ. ദ ലെൻസസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും ആൻഡ് സോ മെനി തിങ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച്. I was feeling so left out, and for me also I haven't seen so much of world cinema until then. ആൻഡ് ഐ വാസ് ഫീലിംഗ് സോ ലെഫ്റ്റ് ഔട്ട്. എനിക്ക് ഭയങ്കര അയ്യോ ഞാനിവിടെ
ചേരുന്നില്ല, ഇവിടെ ഒപ്പം എനിക്ക് മിങ്കിൾ ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ലെഫ്റ്റ് ഔട്ടായിട്ട് ഫീൽ ചെയ്യുക. ഐ വാസ് ഫീലിംഗ് സോ ലെഫ്റ്റ് ഔട്ട്. എവിടെയെങ്കിലും നിങ്ങൾ ഇൻക്ലൂഡഡ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ ചില കുട്ടികളൊക്കെ വേറെ കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ ഇവരെ കൂട്ടിയില്ലെങ്കിൽ ദ ചൈൽഡ് ഫെൽറ്റ് ലെഫ്റ്റ് ഔട്ട്. അങ്ങനെ ഒരു ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ്. പുതിയൊരു ഓഫീസിൽ വന്നപ്പോൾ ആരും നിങ്ങളെ കൂടെ കൂട്ടിയില്ലെങ്കിൽ യു ഫീൽ ലെഫ്റ്റ് ഔട്ട്. അപ്പോൾ ഹി വാസ് ഫീലിംഗ് ലെഫ്റ്റ് ഔട്ട്. ഐ ഹാവൻ സീൻ സോ മച്ച് ഓഫ് വേൾഡ് സിനിമ അൺടിൽ ദെൻ. അൺടിൽ ദെൻ എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് ഓഫ് ടൈം വരെയും എനിക്ക് അത്രയും വേൾഡ് സിനിമ കണ്ടിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നില്ല. But then you go back and realize, okay, fine, let's just do this. ബട്ട് ദെൻ പക്ഷേ പിന്നെന്ത് സംഭവിച്ചു? യു ഗോ ബാക്ക്, നമ്മൾ തിരിച്ചു പോയി ആൻഡ് റിയലൈസ്. നമുക്കൊരു റിയലൈസേഷൻ വരികയാണ്, നമുക്കൊരു തിരിച്ചറിവ് വരികയാണ്. ഓക്കെ ഫൈൻ, ലെറ്റ്സ് ജസ്റ്റ് ഡൂ ദിസ്. ഓക്കെ, ഇതൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓക്കെ ഫൈൻ, ഇതങ്ങോട്ട് ചെയ്യാം. ഇത് പഠിക്കണം എന്നല്ലേ ഉള്ളൂ, അങ്ങോട്ട് പഠിക്കാം. ലെറ്റ്സ് ജസ്റ്റ് ഡൂ ഇറ്റ്. ചെയ്യാത്. Okay, there is no other option. You just took a decision. There is no going back to Wayanad, where I am from. ദർസ് നോ അതർ ഓപ്ഷൻ. വേറെ വഴിയൊന്നുമില്ല. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്കാർ ഓരോ ആവശ്യത്തിന് വേണ്ടി ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഓഫീസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രൊമോഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, ജോലി കിട്ടുന്നില്ല. ദർസ് നോ അതർ വേ, ലെറ്റ്സ് ജസ്റ്റ് ഡൂ ഇറ്റ്. നമുക്ക് പഠിച്ചെടുക്കാം. ദർസ് നോ അതർ ഓപ്ഷൻ. വേറെ വഴിയൊന്നുമില്ല. യു ജസ്റ്റ് ടുക്ക് എ ഡിസിഷൻ ആൻഡ് ദർസ് നോ ഗോയിങ് ബാക്ക്. നമ്മളൊരു ഡിസിഷൻ എടുത്തു. എന്താ, സിനിമയിൽ വരാനുള്ള ഡിസിഷൻ ആളെടുത്തു. യു ജസ്റ്റ് ടുക്ക് എ ഡിസിഷൻ. നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു ആൻഡ് ദർസ് നോ ഗോയിങ് ബാക്ക്. തിരിച്ച് പോവുക അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കാന്നൊരു പരിപാടിയില്ല. ദർസ് നോ ഗോയിങ് ബാക്ക്. അങ്ങനെ പറയട്ടോ, ദർസ് നോ ഗോയിങ് ബാക്ക്. പക്ഷേ ഇവിടെ ദർസ് നോ ഗോയിങ് ബാക്ക് ടു വയനാടാണ്. വയനാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ശരിയാവില്ല. എന്ന് വെച്ചാൽ വയനാട്ടിലേക്ക് ഇനി ഒരിക്കലും പോകില്ല എന്നല്ല, ഇതൊക്കെ വിട്ടിട്ട് വയനാട് പോകുക എന്നുള്ളൊരു ഓപ്ഷൻ അല്ല എന്ന്. വേർ ഐ എം ഫ്രം, ആൾ വയനാട്ടിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. ദർസ് ജസ്റ്റ് നോ ഗോയിങ് ബാക്ക് ടു വയനാട് വേർ ഐ എം ഫ്രം. എവിടെ നിന്നാണോ ഞാൻ വരുന്നത് ആ സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചു പോകുന്നത് നടപ്പില്ല. You can't go back to Wayanad and say, sorry daddy, mummy, I took a wrong decision. യു കാൺ ഗോ ബാക്ക് ടു വയനാട്. നമുക്ക് തിരിച്ച് ഇപ്പം യു എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ എന്നുള്ള അർത്ഥമല്ല, ഒരാൾ എന്നുള്ള അർത്ഥമാണ്. വൺ കാൺട്ട് ഗോ ബാക്ക് ടു വയനാട് എന്നുള്ള അർത്ഥമാണ്. യു കാൺ ഡു ദാറ്റ്. നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അർത്ഥമാണ്. യു കാൺ ഗോ ബാക്ക് ടു വയനാട്. നമുക്കത് ചെയ്യാൻ പറ്റില്ല. തിരിച്ച് വയനാട്ടിലേക്ക് എല്ലാം വിട്ടിട്ട് പോകാൻ പറ്റില്ല. ആൻഡ് സേ സോറി ഡാഡി മമ്മി, ഐ ടുക്ക് എ റോങ് ഡിസിഷൻ. തിരിച്ച് വീട്ടിൽ പോയിട്ട് അച്ഛ അമ്മ ഞാനൊരു തെറ്റായ തീരുമാനം എടുത്തു, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ല. Give me some money, feed me. You can't do that. അച്ഛ അമ്മ ഞാൻ തെറ്റായൊരു തീരുമാനം എടുത്തു, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്, എനിക്ക് കുറച്ച് കാശ് തരുമോ? ഫീഡ് മീ എന്ന് വെച്ചാൽ ഭക്ഷണം തരൂ എനിക്ക്. ഞം വിശക്കുന്നു, തരൂ ഭക്ഷണം തരൂ. ഫീഡ് മീ, ഗിവ് മീ സം ഫുഡ് എന്ന് പറഞ്ഞേക്കാണ് ഫീഡ് മീ അല്ലേ. യു കാൺ ഡു ദാറ്റ്. അത് ചെയ്യാൻ പറ്റില്ല. സോ You are at that position of, okay, now it's all up to you. All up to you. No one else could help you. We can help. സോ യു ആർ അറ്റ് ദാറ്റ് പൊസിഷൻ. നമ്മൾ ഏത് പൊസിഷനാണ്? സോ നമ്മളിപ്പം ഏത് പൊസിഷനാണുള്ളത്? ഓക്കെ, നൗ ഇറ്റ്സ് ഓൾ അപ്പ് ടു യു. എല്ലാം തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മുടെ മുകളിലാണ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾ അപ്പ് ടു യു. നോ വൺ എൽസ് ക്യാൻ ഹെൽപ്പ് യു. വേറെ ആർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിങ്ങളെ യു എന്ന് പറയുന്നത് ഞാൻ അഗെയിൻ പറയാണ്, നമ്മളങ്ങനെ നമ്മളെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് നമുക്ക് നോ വൺ ക്യാൻ ഹെൽപ്പ് യു നമ്മളെക്കുറിച്ചായിരിക്കും നമ്മൾ പറയണേ, പക്ഷേ യു എന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ. So then you watched as much world cinemas. As much as I could, like, think, because internet is there. So then you watched as much world cinema as you could. നമുക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം. as much as I can, അല്ലെങ്കിൽ പറ്റുന്ന അത്രയ്ക്കും പാസ്റ്റ് ടെൻസിലാവുമ്പം could. as much as you could. കാരണം എന്താ? ബിക്കോസ് ഇൻ്റർനെറ്റ് ഇസ് there. No one can say, I didn't have any film school, I didn't have any opportunity, I didn't have a mentor to learn, to help me teach or anything. You have everything right in front of you. അപ്പോൾ ഇൻ്റർനെറ്റ് ഉള്ളപ്പം നോ വൺ ക്യാൻ സേ ഐ ഡിഡ്ന്റ് ഹാവ് എനി ഫിലിം സ്കൂൾ. എനിക്ക് ഫിലിം സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ നിന്ന് പോയി പഠിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇൻ്റർനെറ്റ് ഉള്ളപ്പോൾ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല, ഐ ഡിഡ്ന്റ് ഹാവ് എനി ഓപ്പർച്യൂണിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. ഐ ഡിഡ്ന്റ് ഹാവ് എനി ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ അവസരം. ഐ ഡിഡ്ന്റ് ഹാവ് എ മെൻറ്റർ ടു ലേൺ. പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നില്ല. ഒരു മെൻറ്റർ എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ സഹായിക്കുന്ന, നമ്മളെക്കാളും കുറച്ചുകൂടി വിവരമുള്ള ഒരു മനുഷ്യൻ, അതാണ് മെൻറ്റർ. ഗുരു അല്ല, ടീച്ചറല്ല, ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, നമ്മൾ ഗൈഡ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് മെൻറ്റർ എന്ന് പറയാം. അങ്ങനെ ഒരു മെൻറ്റർ ഇല്ല എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. You have everything right in front of you. You have every single thing. You have everything right in front of you. നിങ്ങളുടെ തൊട്ട് മുമ്പിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഉണ്ട്. You have everything right in front of you. നിൻ്റെ നേരെ മുമ്പിൽ, അങ്ങനെ പറയില്ലേ, right in front of you. You have every single thing. നിങ്ങൾക്ക് വേണ്ട ഓരോ സാധനവും ഉണ്ട്. You have every single thing. അതാണ് അർത്ഥം. ഓരോ സംഭവവും. Books or journals or video essays or movies, everything you have.
All you have to do is just that discipline and the honesty and the passion for what you are supposed to do, and then you go there and sit and learn. ബുക്സ്, ജേർണൽസ് എന്ന് വെച്ചാൽ റിസർച്ച് പേപ്പേഴ്സ്, ജേർണൽസ് പോലത്തെ സംഭവങ്ങൾ, മൂവീസ്, മൂവീസ് ഓർ എവറിത്തിങ്. ഓൾ യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് ദാറ്റ്. നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ടത് അങ്ങനെ പറയാം, ഓൾ യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് ദാറ്റ്. അത് മാത്രം. എന്ത്? ഡിസിപ്ലിൻ, അച്ചടക്കത്തോടെ ഇരുന്ന് പഠിക്കണം. ആൻഡ് ദി ഓണസ്റ്റി ആൻഡ് ദ പാഷൻ ഫോർ വാട്ട് യു സപ്പോസ് ടു ഡു. നമ്മളിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് ഓണസ്റ്റായിട്ട്, ആത്മാർത്ഥതയോടെ, പാഷനോടുകൂടി, എന്ന് വെച്ചാൽ തീവ്രമായ ഒരു ആഗ്രഹത്തോടു കൂടി. ആൻഡ് ദെൻ യു ഗോ ദെയർ. അപ്പം നിങ്ങൾ പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? അവിടെ പോവുക, സിറ്റ് ആൻഡ് ലേൺ, കുത്തിയിരുന്നങ്ങ് പഠിക്കുക. So I was like that studious student. So I was like that, the studious student. വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റുഡിയസ് സ്റ്റുഡൻറ്റ് എന്ന് വെച്ചാൽ നല്ലൊരു പഠിപ്പി മനുഷ്യനില്ലേ. നമ്മൾ പഠിപ്പി എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ ഒരു നെഗറ്റീവ് സെൻസിലാണ് പറയാം. പക്ഷേ ശരിക്കും പിന്നെ പഠിപ്പി എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന മനുഷ്യൻ. ഒരുതരം നെഗറ്റിവിറ്റിയും സ്റ്റുഡിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഠിക്കാൻ നല്ല തീവ്രമായ ആഗ്രഹമുള്ള. അപ്പം അങ്ങനെ പഠിക്കുന്ന ഒരാളെ നമ്മൾ കളിയാക്കി വിളിക്കുന്നതാണ് പഠിപ്പി. ഇവനൊരു ഭയങ്കര പഠിപ്പിയാന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു കുത്തിയിട്ടാണ് പറയണത്. പക്ഷേ ആക്ച്വലി അതൊക്കെ ഭയങ്കര മോശം ആറ്റിറ്റ്യൂഡാണ്. പഠിക്കണം, കുത്തിയിരുന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ആഗ്രഹം അതിനുവേണ്ടി നമ്മൾ പഠിക്കണം, കഷ്ടപ്പെടണം, അല്ലേ? അപ്പം ബേസിൽ ആൾക്ക് ഫിലിം ഫീൽഡിൽ നന്നായി ഷൈൻ ചെയ്യാനും അതിൽ ഗ്രോ ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ട്. നിലനിൽക്കാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആൾ എന്ത് ചെയ്തു? കുത്തിയിരുന്ന് ആ കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് എന്താ ആഗ്രഹം? ഇംഗ്ലീഷ് നന്നായി പഠിക്കണം, അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാനിവിടെ എത്രയോ വീഡിയോസ് ചെയ്ത് വെച്ചിട്ട് കുത്തിയിരുന്ന് പഠിക്കുക. സംശയമുള്ളപ്പോൾ കോമൻറ്റിൽ ചോദിക്കുക. ഇനിയിപ്പോൾ യൂട്യൂബ് കണ്ട് പഠിക്കാൻ താല്പര്യമില്ല, കോഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ആൾക്കാരുണ്ട്. കോഴ്സ് എടുക്കുന്നുണ്ട്. ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി @gmail.com എന്നുള്ള ഇമെയിൽ ഐഡിയിലേക്ക് ഒരു ഇമെയിൽ അയച്ചാൽ കോഴ്സിന് ഡീറ്റെയിൽസ് തരാം. പക്ഷേ ഇപ്പം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, ഒരു മെൻറ്ററില്ല, റിസോഴ്സസ് ഇല്ല എന്ന് പറയാൻ വകുപ്പില്ല. യു ഹാവ് എവറിത്തിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. യു ജസ്റ്റ് ഹാവ് ടു സിറ്റ് ആൻഡ് ലേൺ, അല്ലേ? അപ്പം ആളുടെ ഈ പറയുന്ന കാര്യങ്ങൾ ആളോട് ചോദിച്ചത് ഫിലിമിനെ കുറിച്ചാണെങ്കിലും ഫിലിം ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരാൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആ സെൽഫ് ഡൗട്ടും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ആൾ പറഞ്ഞത്. പക്ഷേ ഇത് തന്നെ നമുക്ക് ആപ്ലിക്കബിൾ ആണല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പല സ്റ്റുഡൻസിനും സെൽഫ് ഡൗട്ട് ഉണ്ട്, എന്നെ കൊണ്ട് ഇത് നടക്കുമോ. ഇത് പലർക്കും എൻ്റെ അടുത്ത് കോഴ്സ് എടുക്കാൻ വരുന്ന ഒരു 80-90% ആൾക്കാരും അങ്ങനെയാണ്. എന്നെ കൊണ്ട് ആവുമോ, ഫ്ലുവൻ്റ് ആവുമോ എന്നൊക്കെ ചോദിച്ചു വരും. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് സിസ്റ്റം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് യൂട്യൂബ് കണ്ട് പഠിക്കാം. ചിലവർക്ക് അങ്ങനെ തപ്പിപ്പരതി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എസ്പെഷ്യലി പ്രൊഫഷണൽ ആൾക്കാർ, ജോലിയുള്ള ആൾക്കാർക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. അപ്പോൾ സമയം കുറച്ച് മതിയല്ലോ. ഞാൻ അങ്ങനെ ഓൾറെഡി സിസ്റ്റമാറ്റിക് ആയിട്ട് എൻ്റെ കോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടിരുന്ന് പഠിക്കാം. കോഴ്സ് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ, യൂട്യൂബ് കണ്ട് പഠിക്കാം. അതിൽ കൃത്യമായ പ്ലേലിസ്റ്റുകൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 16 വീഡിയോയുടെ പ്ലേലിസ്റ്റ്. അതിനൊപ്പം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീരീസ് ഉണ്ട്. പല കോൺവെർസേഷണൽ സീരീസ് ഞാൻ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ആ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഈ ഗ്രാമറും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്തായാലും പഠിക്കാൻ പറ്റും. എത്ര ആൾക്കാരാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കണ്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ട് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്നെ അറിയിക്കണമെന്ന് അറിയോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റില്ല? ആകെ വേണ്ടത് എന്താ? അയ്യോ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള സെൽഫ് ഡൗട്ടിൽ കാര്യമൊന്നുമില്ല. ആൾ പറഞ്ഞതനുസരിച്ച് എന്താ വേണ്ടത്, അതിൻ്റെ ബുക്സോ വീഡിയോസോ എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക, കുത്തിയിരുന്ന് പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് മോട്ടിവേഷൻ കിട്ടിയെന്ന് വിചാരിക്കണം. കാരണം സാധാരണ വയനാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വരുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ കുറേ സാധാരണ ആൾക്കാരാണ്. കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. കർണാടകയിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരുണ്ട്, തലശ്ശേരി, കണ്ണൂർ ആ ഭാഗത്ത് നിന്ന്, കോഴിക്കോട് നിന്നുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ ഈ സൗത്ത് ഈ കോട്ടയം ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ പല നമ്മുടെ ഡിസ്ട്രിക്ട്സിൽ നിന്ന് വന്നുള്ള കുറേ ആൾക്കാർ. മെൽറ്റിംഗ് പോട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വയനാട് എന്ന് പറഞ്ഞാൽ. പിന്നെ കുറച്ച് ആദിവാസികളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയുള്ളൊരു സ്ഥലമാണ് വയനാട്. ആ വയനാട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ബാക്ക്വേർഡാണെന്ന് വിചാരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഞാൻ ഹാഫ് വയനാട് ഹാഫ് തൃശ്ശൂർ. വയനാടുകാർക്ക് എപ്പോഴും സ്ട്രഗിളാണ്. ആനിമൽസിൻ്റെ ശല്യങ്ങൾ വേറെ ഉണ്ടാവും. ആ സ്ട്രഗിൾസ് മാത്രമല്ല, കർഷകരായിരിക്കും മിക്കവാറും. അപ്പം വിലയുടെ കാര്യം, നെല്ലാണെങ്കിലും കുരുമുളകാണെങ്കിലും കാപ്പിയാണെങ്കിലും ഒക്കെ വില ഇടിയുമ്പം ഇവർക്ക് ഭയങ്കര സ്ട്രഗിളാണ്. പിള്ളേരുടെ പഠിത്തം അതിന് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ വയനാടുകാരെന്ന് വെച്ചാൽ എന്നും സ്ട്രഗിളാണ്. പക്ഷേ അതിനൊപ്പം അവരുടെ കോൺവെർസേഷൻസ് പലപ്പോഴും വളരെ പ്രോഗ്രസീവാണ്. എന്ന് വെച്ചാൽ പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് കുറേ കാണാം. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ ചായക്കടകളിലൊക്കെ ഉണ്ടാകുന്ന കോൺവെർസേഷൻ ഞാൻ കേൾക്കുക. വളരെ നല്ല പ്രോഗ്രസീവായിട്ടുള്ള പത്രമൊക്കെ വായിച്ച ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളും. അങ്ങനെ വയനാട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് വളരെ പ്രോഗ്രസീവായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നാറ്. എന്നാൽ ബാക്കി ജില്ലകളിൽ വരുന്ന ആൾക്കാർ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ട് പറയുന്ന വള്ളിയിൽ പിടിച്ച് തൂങ്ങുന്നങ്ങളല്ലേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാറ്. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു കോൺസെപ്റ്റാണ് വേറെ ആൾക്കാർക്കുള്ളത്. വയനാട് എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഫോർവേഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അത് വയനാട് വന്ന് ഒരു 6 മാസം 7 മാസമൊക്കെ ജീവിച്ചാൽ മനസ്സിലാവും അവിടുത്തെ ആൾക്കാർ എത്ര പ്രോഗ്രസീവാണെന്ന്.
അപ്പോൾ ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറയുന്നത് അങ്ങനത്തെ വയനാട് എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാർ സപ്പോസ് ടു ബി ബാക്ക്വേർഡ് റൈറ്റ്, അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് മലയാളം മൂവി ഇൻഡസ്ട്രീൻ്റെ ഏറ്റവും ഫോർത്ത് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ഒരു ആക്ടറും ഡയറക്ടറാണ് ബേസിൽ. അവിടെ എത്തിയത് എങ്ങനെയാണ്? ആ സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു, നമുക്കും ഉണ്ടാവും. നമ്മൾ ഓരോരോ കാര്യം ചെയ്യുമ്പോൾ, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ബേസിൽ വന്നില്ലേ ആദ്യം അസിസ്റ്റൻറ്റ് ഡയറക്ടറായി പോയപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സൊക്കെ ഭയങ്കര പുലികളായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് സെൽഫ് ഡൗട്ട് തോന്നും. നിങ്ങൾക്കും അങ്ങനെയാണ്? ചുറ്റുമുള്ള ആൾക്കാർ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അയ്യോ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നും. നിങ്ങൾ ബേസിലിന് അതേ സിറ്റുവേഷനായിരുന്നു, പക്ഷേ ബേസിലിന് മുന്നോട്ട് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. അത്ര സിമ്പിൾ ആസ് ദാറ്റ്. എന്താ ചെയ്യേണ്ടതെന്ന് ബേസിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു. കുറ്റം പറഞ്ഞോ സ്വയം പരിതപിച്ചോ ഇരുന്നിട്ട് കാര്യമില്ല, റിസോഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള സാധനങ്ങൾ ഇൻ്റർനെറ്റ് തപ്പിയാൽ കിട്ടും. അത് വെച്ച് കുത്തിയിരുന്ന് പഠിക്കുക, അധ്വാനിച്ചാൽ മുന്നോട്ട് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.